പശ്ചിമേഷ്യയിലെ ആകാശത്ത് ഒരു മിസൈൽ വിരിഞ്ഞാൽ അത് വെറും ഒരു യുദ്ധവാർത്ത മാത്രമല്ല ഇന്നത്തെ ലോകത്ത്. അതൊരു ചെയിൻ റിയാക്ഷൻ ആണ്. ബഹിരാകാശത്തിന്റെ അതിർത്തിയിൽ നിന്ന് ഇസ്രായേലിന്റെ അദൃശ്യനായ ബ്ലൂ സ്പാരോ മിസൈൽ ഖമേനിയുടെ അന്ത്യം കുറിക്കുമ്പോൾ അതിന്റെ ആഘാതത്തിൽ തമിഴ്നാട്ടിലെ നാമക്കലിലെ മുട്ടകർഷകരുടെ അടുപ്പ് പുകയാതാവുകയാണ്. ഇതൊരു യാഥാർത്ഥ്യമാണ്. ഇപ്പുറത്ത് നേപ്പാളിൽ ദശകങ്ങളായി രാജ്യം ഭരിച്ച രാഷ്ട്രീയ സിംഹങ്ങളെ വെറും സീറോ ആക്കി മാറ്റി ബാലൻ ഷാ എന്ന റാപ്പർ അധികാരം പിടിച്ചെടുക്കുന്ന ഒരു ജനകീയ വിപ്ലവത്തിന് നമ്മൾ സാക്ഷ്യം വഹിക്കുന്നു. ഇതിനിടയിൽ ചൈനയ്ക്ക് കൊടുത്ത സമ്മാനം ഇന്ത്യക്ക് തരില്ലെന്ന് അമേരിക്ക പരോക്ഷമായി മുന്നറിയിപ്പ് നൽകുമ്പോഴും അമേരിക്കയുടെ തന്നെ ഉപരോധങ്ങളെ മറികടന്ന് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങി ഇന്ത്യ തന്റെ സ്ട്രാറ്റജിക് ഓട്ടോണോമി തെളിയിക്കുകയാണ്. അധികാരത്തിന്റെ ഈ ചതുരംഗ കളത്തിൽ സാങ്കേതികവിദ്യയും നയതന്ത്രവും എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്നത്? പരിശോധിക്കാം. വെൽക്കം ടു ലോക. വാഷിംഗ്ടണിൽ നിന്ന് കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ഒരു പ്രസ്താവന കേട്ട് നയതന്ത്ര ലോകം അക്ഷരാർത്ഥത്തിൽ ഞെട്ടിയിരിക്കുകയാണ്. ചൈനയ്ക്ക് ഞങ്ങൾ നൽകിയ വലിയ സമ്മാനം ഇനി ഇന്ത്യക്ക് പ്രതീക്ഷിക്കേണ്ട. അമേരിക്കയുടെ ഈ തുറന്നു പറച്ചിൽ ഒരു ഭീഷണിയാണോ അതോ ഇന്ത്യയുടെ വളർച്ചയെ തടയാനുള്ള തന്ത്രമാണോ? 20 വർഷങ്ങൾക്ക് മുൻപ് ചൈനയെ ലോക വ്യാപാര സംഘടന അതായത് WTOയിൽ അംഗമാക്കിയപ്പോൾ അമേരിക്ക കരുതിയിരുന്നത് അവർ തങ്ങളെപ്പോലെ ഒരു ജനാധിപത്യ രാജ്യമാകുമെന്നാണ്. പക്ഷെ സംഭവിച്ചത് നേരെ തിരിച്ച്. ഇന്ന് അമേരിക്കയുടെ നട്ടലൊടിക്കുന്ന സാമ്പത്തിക സൈനിക ശക്തിയായി ചൈന വളർന്നു കഴിഞ്ഞു. ഈ ഒരു ഹിസ്റ്റോറിക്കൽ മിസ്റ്റേക്ക് ഇന്ത്യയുടെ കാര്യത്തിൽ ആവർത്തിക്കില്ല എന്നാണ് ഇപ്പോൾ വാഷിംഗ്ടൺ പരസ്യമായി പറയുന്നത്. 2026 ദക്ഷിണേഷ്യൻ രാഷ്ട്രീയം ആകെ മാറി മറിഞ്ഞിരിക്കുകയാണ്. ഇറാനിലെ ഭരണാധികാരി കൊല്ലപ്പെട്ടു. പാകിസ്ഥാൻ താലിബാനുമായി നേർക്കുനേർ യുദ്ധത്തിലാണ്. ഈ കലുഷിതമായ സാഹചര്യത്തിൽ ഇന്ത്യയെ തങ്ങളുടെ ഒരു ജൂനിയർ പാർട്ട്ണർ മാത്രമായി ഒതുക്കാൻ അമേരിക്ക ശ്രമിക്കുന്നുണ്ട്. ഇന്ത്യൻ വിപണിയിൽ വാഷിംഗ്ടൺ ലക്ഷ്യം വെക്കുന്നത് എന്താണ്? ചൈനയെ പോലെ ഇന്ത്യയും തങ്ങളെ വെല്ലുവിളിക്കുമോ എന്ന് വൈറ്റ് ഹൌസ് ഭയപ്പെടുന്നുണ്ട്. ലോകം ഉറ്റുനോക്കുന്ന ഇന്ത്യ അമേരിക്കൻ വ്യാപാര കരാറിലെ ആ രഹസ്യ നിബന്ധനകൾ എന്തൊക്കെയാണ്? പരിശോധിക്കാം. ലോക രാഷ്ട്രീയത്തിന്റെ ചതുരംഗക്കളത്തിൽ ചൈനയെ ഒരു വൻ ശക്തിയായി വളരാൻ അനുവദിച്ചത് തങ്ങൾക്ക് പറ്റിയ വലിയൊരു അബദ്ധമാണെന്ന് അമേരിക്ക ഇന്ന് പരസ്യമായി സമ്മതിക്കുന്നു. 20 വർഷങ്ങൾക്ക് മുൻപ് ചൈനയെ ലോക വ്യാപാര സംഘടനയുടെ ഭാഗമാക്കിയതും അവർക്ക് വൻതോതിൽ വിപണി തുറന്നു കൊടുത്തതും ജനാധിപത്യവൽക്കരണത്തിന് സഹായിക്കുമെന്ന് വാഷിംഗ്ടൺ കരുതിയിരുന്നു. എന്നാൽ ആ കണക്ക് കൂട്ടലുകൾ തെറ്റിച്ചുകൊണ്ട് ചൈന അമേരിക്കയുടെ ഏറ്റവും വലിയ സാമ്പത്തിക സൈനിക ശത്രുവായി മാറുന്നതാണ് ലോകം കണ്ടത്. ഇപ്പോൾ സമാനമായൊരു വാണിജ്യ കരാറിനും സാമ്പത്തിക സഹകരണത്തിനും ഇന്ത്യയുമായി തയ്യാറെടുക്കുമ്പോൾ ചൈനയുടെ കാര്യത്തിൽ സംഭവിച്ച അതേ തെറ്റ് തങ്ങൾ ആവർത്തിക്കില്ലെന്ന് US ഡെപ്യൂട്ടി സെക്രട്ടറി ക്രിസ്റ്റഫർ ലാൻഡാവ് വ്യക്തമാക്കുന്നത് ആഗോള രാഷ്ട്രീയത്തിലെ വലിയൊരു മാറ്റത്തിന്റെ സൂചനയാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇന്ത്യ ഒരു വൻ ശക്തിയായി വളരാൻ അമേരിക്ക സമ്മതിക്കില്ല എന്നാണോ ഇതിന്റെ അർത്ഥം? ലാൻഡാവിന്റെ വാക്കുകളിൽ ഒളിഞ്ഞിരിക്കുന്ന സന്ദേശം ഇതാണ്: റെസിപ്രോസിറ്റി, അതായത് കൊടുക്കൽ വാങ്ങൽ കൃത്യമായിരിക്കണം. ചൈന അമേരിക്കൻ സാങ്കേതികവിദ്യ മോഷ്ടിച്ച് അമേരിക്കയെ തന്നെ വെല്ലുവിളിച്ചതുപോലെ ഒരു സാഹചര്യം ഇന്ത്യയിൽ നിന്ന് ഉണ്ടാകരുതെന്ന് വാഷിംഗ്ടണിന് നിർബന്ധമുണ്ട്. അതായത് ഇന്ത്യ വളരണം, പക്ഷേ അത് അമേരിക്കയുടെ നിയന്ത്രണത്തിലായിരിക്കണം. ബെയ്ജിങ്ങിനെ പോലെ ഇന്ത്യയെ തങ്ങളുടെ ശത്രുവാക്കാൻ അനുവദിക്കുന്ന സാഹചര്യം സൃഷ്ടിക്കില്ലെന്ന് അദ്ദേഹം പറയുമ്പോൾ അതിൽ ഒളിഞ്ഞിരിക്കുന്ന തന്ത്രങ്ങളും മുൻകരുതലുകളും ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. 2000 ആണ്ടിന്റെ തുടക്കത്തിൽ അമേരിക്കൻ നയതന്ത്രജ്ഞർ വിശ്വസിച്ചിരുന്നത് സാമ്പത്തിക ഉദാരവൽക്കരണം ചൈനയിലെ രാഷ്ട്രീയ വ്യവസ്ഥയിൽ മാറ്റം വരുത്തുമെന്നായിരുന്നു. പടിഞ്ഞാറൻ വിപണികളിലേക്കുള്ള പ്രവേശനം ചൈനയെ ലോകക്രമത്തിന്റെ ഭാഗമാക്കുമെന്നും അവർ കരുതി. എന്നാൽ സംഭവിച്ചത് മറിച്ചായിരുന്നു. അമേരിക്കൻ സാങ്കേതിക വിദ്യയും മൂലധനവും ഉപയോഗിച്ച് ചൈന സ്വന്തം സാമ്പത്തിക അടിത്തറ ശക്തമാക്കുകയും പിന്നീട് ആ കരുത്ത് ഉപയോഗിച്ച് അമേരിക്കയുടെ തന്നെ ആധിപത്യത്തെ വെല്ലുവിളിക്കുകയും ചെയ്തു. 2018 ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം ആരംഭിച്ച വ്യാപാര യുദ്ധം ഈ തിരിച്ചറിവിന്റെ പരിസമാപ്തിയായിരുന്നു. ചൈനീസ് കമ്പനികൾ അമേരിക്കൻ സാങ്കേതിക വിദ്യ മോഷ്ടിക്കുന്നുവെന്നും വ്യാപാര കമ്മി അമേരിക്കയെ തളർത്തുന്നുവെന്നുമുള്ള ആരോപണങ്ങൾ പണ്ടേ നിലനിന്നിരുന്നു. ചൈനയിൽ ബിസിനസ് ചെയ്യണമെങ്കിൽ വിദേശ കമ്പനികൾ തങ്ങളുടെ ടെക്നോളജി കൈമാറണമെന്ന നിബന്ധന വാസ്തവത്തിൽ ചൈനയെ ഒരു സാങ്കേതിക വൻ ശക്തിയാക്കി മാറ്റുകയായിരുന്നു. ഈ ചരിത്രം മുന്നിൽ വച്ചാണ് ഇന്ത്യയുമായുള്ള ബന്ധത്തിൽ അമേരിക്ക കരുതലോടെ നീങ്ങുന്നത്. ഇനി ഇന്ത്യയുമായുള്ള വാണിജ്യ കരാർ അവസാന ഘട്ടത്തിലാണെന്ന് ലാൻഡാവ് വെളിപ്പെടുത്തുമ്പോൾ ഇത് കേവലം 2 രാജ്യങ്ങൾ തമ്മിലുള്ള കച്ചവടത്തിനും അപ്പുറം വലിയൊരു രാഷ്ട്രീയ നീക്കമാണ്. ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയെ തങ്ങളുടെ പക്ഷത്ത് നിർത്തേണ്ടത് ചൈനയെ പ്രതിരോധിക്കാൻ അമേരിക്കയ്ക്ക് അത്യന്താപേക്ഷിതമാണ്. എന്നാൽ ഇന്ത്യ സാമ്പത്തികമായി വളരുമ്പോൾ അത് അമേരിക്കയുടെ നിയന്ത്രണത്തിന് പുറത്തു പോകരുതെന്ന ആഗ്രഹം ലാൻഡാവിന്റെ വാക്കുകളിൽ പ്രതിഫലിക്കുന്നുണ്ട്.
ഇന്ത്യയുടെ വിപണി വിപുലീകരിക്കാൻ തങ്ങൾ സഹായിക്കുമെന്ന് പറയുമ്പോഴും അത് ചൈനയെ പോലെ മറ്റൊരു ഭീഷണിയെ വളരാൻ അനുവദിക്കില്ലെന്ന സന്ദേശമാണ് അമേരിക്ക നൽകുന്നത്. വാഷിംഗ്ടൺ അവരുടെ ജനങ്ങളുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കുമെന്ന് അദ്ദേഹം ഊന്നി പറയുന്നത് ഇന്ത്യയുടെ പല കയറ്റുമതികൾക്കും ഭാവിയിൽ കർശനമായ നിയന്ത്രണങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നതിന്റെ സൂചനയായി വേണം കരുതാൻ. നമുക്കറിയാം, 2025 ട്രംപ് ഭരണകൂടം ഇന്ത്യക്ക് മേൽ കനത്ത താരിഫുകൾ ചുമത്തിയിരുന്നു. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങിയതിന് 25% പെനാൽറ്റി അടക്കം ഏതാണ്ട് 50% വരെയായിരുന്നു പല ഉൽപ്പന്നങ്ങളുടെയും നികുതി. എന്നാൽ 2026 ഫെബ്രുവരിയിൽ പ്രധാനമന്ത്രി മോദിയും പ്രസിഡന്റ് ട്രംപും തമ്മിൽ നടത്തിയ ചർച്ചകൾക്ക് ശേഷം ഈ നികുതി 18% കുറയ്ക്കാൻ തീരുമാനമായിട്ടുണ്ട്. പക്ഷേ ഇതിന് പിന്നിൽ വലിയൊരു കണ്ടീഷനുണ്ട്. അടുത്ത 5 വർഷത്തിനുള്ളിൽ $500 ബില്യൺ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ ഇന്ത്യ വാങ്ങണം. കൂടാതെ റഷ്യൻ എണ്ണ ഇറക്കുമതി പൂർണ്ണമായും നിർത്തണം. ഇത് ഇന്ത്യയുടെ സ്ട്രാറ്റജിക് ഓട്ടോണോമിയെ ബാധിക്കില്ലേ എന്ന വലിയ ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. ഇനി നമുക്ക് ഇപ്പോഴത്തെ സുരക്ഷാ സാഹചര്യം നോക്കാം. 2026 മാർച്ചിലെ സ്ഥിതി അതീവ ഗുരുതരമാണ്. ഇറാനിലെ പരമോന്നത നേതാവ് ആയതൊല്ല അലി ഖമേനിയുടെ വധത്തിന് പിന്നാലെ പശ്ചിമേഷ്യ കത്തുകയാണ്. ഇതിനിടയിലാണ് പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിൽ ഓപ്പൺ വാർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. താലിബാൻ ഭീകരരെ സഹായിക്കുന്നു എന്ന് ആരോപിച്ച് പാകിസ്ഥാൻ ഓപ്പറേഷൻ ഗാസൽ ഹഖ് ആരംഭിച്ചു കഴിഞ്ഞു. ഇതിനോടകം 100 കണക്കിന് താലിബാൻ പോരാളികളെ വധിച്ചതായിട്ടാണ് പാകിസ്ഥാൻ അവകാശപ്പെടുന്നത്. ബഗ്രാം എയർബേസ് വരെ ലക്ഷ്യമാക്കിയാണ് പാകിസ്ഥാന്റെ നീക്കം. അമേരിക്കൻ നയതന്ത്ര ഉദ്യോഗസ്ഥരോട് പാകിസ്ഥാൻ വിടാൻ ട്രംപ് ഉത്തരവിട്ടത് മേഖലയിലെ സുരക്ഷാ തകർച്ചയുടെ ആഴവും കാണിക്കുന്നു. ഇത്തരം ഒരു കലുഷിതമായ അന്തരീക്ഷത്തിൽ ഇന്ത്യയെ ഒരു സ്റ്റേബിൾ പാർട്ട്ണറായി നിലനിർത്താൻ അമേരിക്കയ്ക്ക് താല്പര്യമുണ്ട്. പക്ഷേ ഈ പങ്കാളിത്തം ഇന്ത്യയുടെ നിബന്ധനകൾക്ക് അനുസരിച്ചാണോ അതോ അമേരിക്കയുടെ താല്പര്യങ്ങൾക്കനുസരിച്ചാണോ എന്നതാണ് പ്രധാന ചോദ്യം. അമേരിക്കയുടെ ഈ ഇരട്ടത്താപ്പ് നയം ഇന്ത്യൻ നയതന്ത്ര വിദഗ്ധരെ പ്രകോപിപ്പിച്ചിട്ടുണ്ട്. മുൻ വിദേശകാര്യ സെക്രട്ടറി കൻവാൽ സിബലിന്റെ പ്രതികരണം നോക്കൂ. അദ്ദേഹം പറയുന്നത് ഇന്ത്യയെ ഒരു ജൂനിയർ പാർട്ട്ണറായി കാണാനാണ് അമേരിക്ക ശ്രമിക്കുന്നത് എന്നാണ്. ഇന്ത്യയുടെ വിപണി എങ്ങനെ ആയിരിക്കണം, ഇന്ത്യ എവിടെ നിന്ന് എണ്ണ വാങ്ങണമെന്ന് തീരുമാനിക്കാൻ വാഷിംഗ്ടണിന് എന്ത് അധികാരം? ചൈനയുമായി ഇന്ത്യയെ താരതമ്യം ചെയ്യുന്നത് തന്നെ തെറ്റാണെന്ന് അദ്ദേഹം ഊന്നി പറയുന്നുണ്ട്. ചൈന ഒരു ഏകാധിപത്യ രാജ്യമാണ്, എന്നാൽ ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണ്. ഇന്ത്യയുടെ സാമ്പത്തിക പരമാധികാരത്തിൽ അമേരിക്ക കൈകടത്തുന്നത് ഒരു പരമാധികാര രാജ്യത്തിന് അംഗീകരിക്കാനാവില്ല. ചൈനയ്ക്ക് ലഭിച്ചതുപോലെ ഒരു ആധിപത്യം ഇന്ത്യക്ക് നൽകില്ല എന്ന് പറയുന്നതിലൂടെ ഇന്ത്യ ഒരു ജൂനിയർ പാർട്ട്ണറായി മാത്രം കാണാനാണ് അമേരിക്ക ആഗ്രഹിക്കുന്നത് എന്ന ഭയം ഇന്ത്യൻ നയതന്ത്ര വിദഗ്ധർക്കിടയിലുണ്ട്. സാങ്കേതിക വിദ്യ കൈമാറുന്നതിലും വിപണി പങ്കിടുന്നതിലും അമേരിക്ക വെക്കുന്ന ഉപാധികൾ ഇന്ത്യയുടെ തനതായ സാമ്പത്തിക വികസനത്തെ ബാധിക്കുമെന്ന് ഇവർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. മുഴുവനായിട്ട് നോക്കുമ്പോൾ കാര്യങ്ങൾ അത്ര സിമ്പിൾ അല്ല എന്നാണ് മനസ്സിലാകുന്നത്. 2026 ഇന്ത്യ ഒരു വലിയ പ്രതിസന്ധിയിലാണ്. ഒരു വശത്ത് തകരുന്ന ഇറാനും യുദ്ധം ചെയ്യുന്ന പാകിസ്ഥാനും, മറുവശത്ത് വിപണി തുറന്നു കിട്ടാൻ കഠിനമായ നിബന്ധനകൾ വെക്കുന്ന അമേരിക്ക. അമേരിക്കയുടെ ഈ ചൈനീസ് അബദ്ധം എന്ന പ്രയോഗം വാസ്തവത്തിൽ ഇന്ത്യക്കുള്ള ഒരു വാർണിംഗ് ആണ്. ഇന്ത്യ ഒരു ഗ്ലോബൽ മാനുഫാക്ചറിംഗ് ഹബ്ബായി വളരുന്നത് അമേരിക്ക ഭയപ്പെടുന്നുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇന്ത്യ കരുത്താർജിക്കുമ്പോൾ അത് തങ്ങൾക്ക് ഭീഷണിയാകരുത് എന്ന സ്വാർത്ഥത അമേരിക്കൻ നയതന്ത്രത്തിൽ പ്രകടമാണ്. എങ്കിലും ഇന്നത്തെ ഈ ഗ്ലോബൽ ഓർഡറിൽ ഇന്ത്യക്ക് അമേരിക്കയും അമേരിക്കയ്ക്ക് ഇന്ത്യയും ആവശ്യമാണ്. പക്ഷേ അത് ഇന്ത്യയുടെ നിബന്ധനകൾക്ക് അനുസരിച്ചായിരിക്കണം എന്നതാണ് ഡൽഹിയുടെ നിലപാട്. ചൈനയെ ഒതുക്കാൻ ഇന്ത്യയെ ഉപയോഗിക്കുകയും അതേസമയം ഇന്ത്യയെ നിയന്ത്രിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന അമേരിക്കൻ തന്ത്രത്തെ ഇന്ത്യ എങ്ങനെ മറികടക്കും എന്നത് വരും ദിവസങ്ങളിൽ നമുക്ക് കാണാം. ഇസ്രായേലും ഇറാനും തമ്മിൽ പശ്ചിമേഷ്യയിൽ നടക്കുന്ന ഭീകരമായ യുദ്ധം കാരണം ഇപ്പോൾ കണ്ണീര് കുടിക്കുന്നത് നമ്മുടെ അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിലെ ഒരു നഗരമാണ്. തമിഴ്നാട്ടിലെ എക്സിറ്റി മുട്ട നഗരം എന്നറിയപ്പെടുന്ന നാമക്കൽ ഇന്ന് അക്ഷരാർത്ഥത്തിൽ നിശ്ചലമായിരിക്കുകയാണ്. ദിവസേന കോടിക്കണക്കിന് മുട്ടകൾ ഗൾഫിലേക്ക് കയറ്റി അയച്ചിരുന്ന നാമക്കലിൽ നിന്ന് ഇപ്പോൾ ഒരു മുട്ട പോലും കടൽ കടക്കുന്നില്ല. ഈ ഒരു ഗ്ലോബൽ ക്രൈസിസ് കാരണം നമ്മുടെ നാട്ടിലെ മുട്ടവില കുത്തനെ ഇടിയുകയാണ്. ഇത് കർഷകർക്ക് വലിയൊരു ദുരന്തമാണ്. എന്താണ് നാമക്കലിൽ സംഭവിക്കുന്നത്? ഗൾഫ് രാജ്യങ്ങളിൽ മുട്ടയ്ക്ക് ക്ഷാമം ഉണ്ടാകുമോ? പരിശോധിക്കാം. ആദ്യമായി നമുക്ക് ഭീകരമായ കണക്കുകളൊന്ന് നോക്കാം. റിപ്പോർട്ടുകൾ പ്രകാരം ഇസ്രായേൽ ഇറാൻ സംഘർഷം തുടങ്ങിയതോടെ നാമക്കലിലെ മുട്ട കയറ്റുമതി പൂർണ്ണമായും നിലച്ചിരിക്കുകയാണ്. നിങ്ങൾക്കറിയാമോ, നാമക്കലിൽ നിന്ന് ദിവസവും ഏകദേശം 5 കോടി രൂപയുടെ മുട്ടകളാണ് കയറ്റി അയച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ ഷിപ്പിംഗ് റൂട്ടുകൾ ബ്ലോക്ക് ആയതോടെയും വിമാന സർവീസുകൾ മുടങ്ങിയതോടെയും ഈ മുട്ടകൾ ഫാമുകളിൽ തന്നെ കെട്ടിക്കിടക്കുകയാണ്. കർഷകർക്ക് പ്രതിദിനം 5 കോടി രൂപയുടെ നഷ്ടമാണ് കണക്കാക്കുന്നത്. ഇത് കേവലം ഒരു ബിസിനസ് പ്രശ്നമല്ല, ആയിരക്കണക്കിന് തൊഴിലാളികളുടെ ജീവിതം കൂടിയാണ് പ്രതിസന്ധിയിലായിരിക്കുന്നത്. മാർച്ചിലെ കണക്കുകൾ പ്രകാരം ഏകദേശം 10 മില്യൺ 1 കോടി മുട്ടകളാണ് ദിവസവും ഗൾഫിലേക്ക് മാത്രം പോയിരുന്നത്. അതിപ്പോൾ 0-ൽ എത്തി നിൽക്കുകയാണ്.
എന്തുകൊണ്ടാണ് മുട്ട കയറ്റുമതി പെട്ടെന്ന് നിന്നത്? ഇതിന് പ്രധാനമായും 2 കാരണങ്ങളാണുള്ളത്. ഒന്ന്, ഷിപ്പിംഗ് റൂട്ടിലെ ക്രൈസിസ് ആണ്. നാമക്കലിൽ നിന്നുള്ള മുട്ടകൾ കൊച്ചി അല്ലെങ്കിൽ തൂത്തുക്കുടി തുറമുഖങ്ങൾ വഴിയാണ് ഗൾഫിലേക്ക് പോകുന്നത്. റെഡ് സീ വഴിയുള്ള യാത്ര ഇപ്പോൾ അതീവ അപകടകരമാണ്. ഇസ്രായേൽ ഇറാൻ സംഘർഷം കാരണം കപ്പൽ കമ്പനികൾ പലതും ഈ റൂട്ടിൽ സർവീസ് നിർത്തുകയോ ഇൻഷുറൻസ് തുക കുത്തനെ കൂട്ടുകയോ ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തേത് ഫ്ലൈറ്റ് ക്യാൻസലേഷനുകളും അതുപോലെ വ്യോമപാത അടച്ചതുമാണ്. ഒമാൻ, ഖത്തർ, UAE എന്നിവിടങ്ങളിലേക്ക് വിമാനമാർഗം മുട്ട അയച്ചിരുന്നതും ഇപ്പോൾ ഏതാണ്ട് നിലച്ചിരിക്കുകയാണ്. യുദ്ധഭീതി കാരണം വിമാനത്താവളങ്ങൾ അടച്ചുപൂട്ടുന്നതും വ്യോമപാതകൾ മാറുന്നതും കയറ്റുമതിയെ ബാധിച്ചു. അതായത് മുട്ടയുണ്ട്, പക്ഷെ അയക്കാൻ വഴിയുമില്ല, ആരുമില്ല. അങ്ങനെ ഒരു അവസ്ഥയായിട്ടുണ്ട്. ഇനി നമ്മുടെ നാട്ടിലെ അവസ്ഥ നോക്കാം. ചില റിപ്പോർട്ടുകൾ പ്രകാരം വളരെ വിചിത്രമായ ഒരു കാര്യമാണ്. വിദേശത്തേക്ക് അയക്കാൻ കഴിയാത്ത മുട്ടകൾ ഇപ്പോൾ ലോക്കൽ മാർക്കറ്റിലേക്ക് കുമിഞ്ഞുകൂടുകയാണ്. സപ്ലൈ കൂടിയതോടെ മുട്ടയുടെ വില കുത്തനെ ഇടിഞ്ഞു. കഴിഞ്ഞ 12 ദിവസത്തിനുള്ളിൽ മുട്ട ഒന്നിന് 110 പൈസയാണ് കുറഞ്ഞത്. നാഷണൽ എഗ് കോർഡിനേഷൻ കമ്മിറ്റി മുട്ട ഒന്നിന് 4.30 രൂപയാണ് റേറ്റ് നിശ്ചയിച്ചിട്ടുള്ളത് എങ്കിലും മുട്ട കെട്ടിക്കിടന്ന് നശിക്കാതിരിക്കാൻ കർഷകർ വെറും 3.5 രൂപയ്ക്ക് വരെ വിൽക്കാൻ നിർബന്ധിതരാവുകയാണ്. ഇവിടെയാണ് വലിയൊരു പ്രശ്നം. ഒരു മുട്ട ഉൽപ്പാദിപ്പിക്കാൻ, അതായത് പ്രൊഡക്ഷൻ കോസ്റ്റ്, കർഷകന് ഏകദേശം 4.5 രൂപ ചിലവുണ്ട്. അതായത് ഓരോ മുട്ട വിൽക്കുമ്പോഴും കർഷകന് 1 രൂപയോളം നഷ്ടം. കോഴിത്തീറ്റയുടെയും മറ്റും വില വർദ്ധിച്ചു നിൽക്കുന്ന ഈ സമയത്ത് ഇത് കർഷകരെ ആത്മഹത്യയിലേക്ക് വരെ തള്ളിയിടും എന്ന കാര്യത്തിൽ തർക്കമില്ല. ഗൾഫിലെ പ്രവാസികൾ ശ്രദ്ധിക്കുക. ഖത്തർ, UAE, ഒമാൻ, സൗദി തുടങ്ങിയ രാജ്യങ്ങളിലെ സൂപ്പർ മാർക്കറ്റുകളിൽ മുട്ടയുടെ വില കൂടാൻ അല്ലെങ്കിൽ ക്ഷാമം അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. നാമക്കലിൽ നിന്നുള്ള സപ്ലൈ നിലച്ചതോടെ ടർക്കി, ബ്രസീൽ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്ന് മുട്ട എത്തിക്കാൻ ഈ രാജ്യങ്ങൾ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അതിന്റെ ഷിപ്പിംഗ് കോസ്റ്റ് വളരെ കൂടുതലായിരിക്കും. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ തമിഴ്നാട്ടിലെ കർഷകർക്ക് വില കുറയുന്നു, പക്ഷെ ഗൾഫിലെ മലയാളികൾക്ക് മുട്ടയ്ക്ക് കൂടുതൽ പണം നൽകേണ്ടി വരുന്ന ഒരു സാഹചര്യം. യുദ്ധം കൊണ്ടുവരുന്ന ഈ ഇക്കണോമിക് പാരഡോക്സ് അഥവാ വിരോധാഭാസം ശരിക്കും അത്ഭുതപ്പെടുത്തുന്ന ഒന്നാണ്. ഈ പ്രശ്നത്തിന് ഇനി മറ്റൊരു വശം കൂടിയുണ്ട്. ഇപ്പോൾ റംസാൻ വ്രതാനുഷ്ഠാനത്തിന്റെയും ക്രിസ്ത്യൻ വലിയ നോമ്പിന്റെയും സമയമാണ്. സാധാരണയായി ഈ സീസണിൽ ആഭ്യന്തര വിപണിയിൽ മുട്ടയുടെ ഉപഭോഗം 20% വരെ കുറയാറുണ്ട്. അതായത് ഒരേ സമയം കയറ്റുമതി നിലച്ചു, നാട്ടിലെ ഡിമാൻഡും കുറഞ്ഞു. ഇതിനെയാണ് നമ്മൾ ഡബിൾ വാമി എന്ന് വിളിക്കുന്നത്. സ്കൂളുകളിലെ ഉച്ചഭക്ഷണ പദ്ധതി, അതായത് നൂൺ മീൽ സ്കീമിലേക്ക് മുട്ട എടുക്കുന്നത് പരീക്ഷാകാലം കാരണം നിർത്തിയതും തിരിച്ചടിയായി. ഫലത്തിൽ 15 കോടിയിലധികം മുട്ടകളാണ് ഇപ്പോൾ നാമക്കലിലെ കോൾഡ് സ്റ്റോറേജുകളിൽ കെട്ടിക്കിടക്കുന്നത്. ഇനി ഈ പ്രശ്നം എന്ന് തീരുമെന്നതാണ് എല്ലാവരും ചോദിക്കുന്നത്. ഇതിന് കൃത്യമായ മറുപടി ആർക്കുമില്ല. ഇസ്രായേലും ഇറാനും തമ്മിലുള്ള സംഘർഷം എത്രത്തോളം നീണ്ടുപോകുന്നുവോ അത്രത്തോളം കാലം ഈ പ്രതിസന്ധി തുടരും. നാമക്കലിലെ കർഷക സംഘടനകൾ പറയുന്നത് കേന്ദ്ര ഗവൺമെന്റ് അടിയന്തരമായി ഇടപെട്ട് നയതന്ത്ര ചർച്ചകൾ വഴി അവശ്യ സാധനങ്ങളുമായി പോകുന്ന കപ്പലുകൾക്ക് സുരക്ഷിതമായ പാത ഉറപ്പാക്കണമെന്നാണ്. അല്ലെങ്കിൽ മുട്ട കർഷകർക്ക് പ്രത്യേക സബ്സിഡി നൽകി ഈ മേഖലയെ തകർച്ചയിൽ നിന്ന് രക്ഷിക്കണം. സയൻസിലെ ബട്ടർഫ്ലൈ ഇഫക്റ്റ് പോലെയാണിത്. പശ്ചിമേഷ്യയിൽ ഒരു മിസൈൽ വീഴുമ്പോൾ തമിഴ്നാട്ടിലെ ഒരു കർഷകന്റെ വീട്ടിലെ അടുപ്പ് പുകയാതെ ആവുകയാണ്. ആഗോള സമ്പദ് വ്യവസ്ഥ എത്രത്തോളം കണക്റ്റഡ് ആണെന്ന് ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നമ്മുടെ അടുക്കളയിലെ ഓരോ വിഭവത്തെയും ബാധിക്കുന്ന ഈ ആഗോള രാഷ്ട്രീയ മാറ്റങ്ങൾ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. കയറ്റുമതിയെ മാത്രം ആശ്രയിക്കുന്നതിന് പകരം ആഭ്യന്തര വിപണി ശക്തിപ്പെടുത്തേണ്ടത് എത്രത്തോളം പ്രധാനമാണെന്ന് ഈ സാഹചര്യം തെളിയിക്കുന്നു. യുദ്ധം എന്നത് വെറും വാർത്തയല്ല, നമ്മുടെ ജീവിതം തന്നെയാണ്. നാമക്കലിലെ ഈ കർഷകർക്ക് വേണ്ടി നമുക്ക് പ്രത്യാശിക്കാം എത്രയും വേഗം സംഘർഷങ്ങൾ അവസാനിക്കുകയും കയറ്റുമതി പഴയപടി ആവുകയും ചെയ്യട്ടെ. ഒരു വശത്ത് റഷ്യയെ ഉപരോധങ്ങൾ കൊണ്ട് തളയ്ക്കാൻ നോക്കുന്ന അമേരിക്ക, മറുവശത്ത് അതേ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങാൻ ഇന്ത്യക്ക് സ്പെഷ്യൽ പെർമിഷൻ നൽകിയിരിക്കുന്നു. എന്താണ് ഈ പൊരുത്തക്കേടിന് പിന്നിലെ രഹസ്യം? ഇസ്രായേലും ഇറാനും തമ്മിലുള്ള യുദ്ധം കൊടുമ്പിരി കൊള്ളുന്ന ഈ 2026 ആഗോള എണ്ണ വിപണിയെ ബന്ദിയാക്കാനുള്ള ഇറാനിന്റെ ശ്രമങ്ങൾക്ക് തിരിച്ചടി നൽകാൻ ഇന്ത്യയും അമേരിക്കയും കൈകോർക്കുകയാണ്. പെട്രോൾ വില കുതിച്ചുയരുന്നത് തടയാൻ ട്രംപ് ഭരണകൂടം എടുത്ത ഈ നിർണായക തീരുമാനം ഇന്ത്യക്ക് എങ്ങനെ ഗുണകരമാകും? നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് നോക്കാം. ലോകം ഇന്നൊരു വലിയ ഊർജ്ജ പ്രതിസന്ധിയുടെ വക്കിലാണ് നിൽക്കുന്നത്. മിഡിൽ ഈസ്റ്റിലെ കലുഷിതമായ രാഷ്ട്രീയ സാഹചര്യങ്ങൾ ആഗോള വിപണിയെ ഏത് നിമിഷവും തകിടം മറിക്കാവുന്ന അവസ്ഥയിലാണുള്ളത്. പശ്ചിമേഷ്യയിലെ ഓരോ ചലനവും ലോകമെമ്പാടുമുള്ള അടുക്കള ബജറ്റുകളെയും വ്യവസായങ്ങളെയും നേരിട്ട് ബാധിക്കുന്ന ഇക്കാലത്ത് ഇന്ത്യയും അമേരിക്കയും നടത്തുന്ന പുതിയ നീക്കങ്ങൾ അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. ഇറാനിന്റെ സമ്മർദ്ദ തന്ത്രങ്ങളെ പ്രതിരോധിക്കാനും ആഗോള എണ്ണ വിപണിയിൽ സ്ഥിരത ഉറപ്പാക്കാനുമായി റഷ്യയിൽ നിന്ന് വലിയ തോതിൽ എണ്ണ ഇറക്കുമതി ചെയ്യാനാണ് ഇന്ത്യ ഇപ്പോൾ തയ്യാറെടുക്കുന്നത്. ഇതിനായി അമേരിക്ക നൽകിയ പ്രത്യേക അനുമതി ആഗോള രാഷ്ട്രീയത്തിലെ തന്നെ വലിയൊരു ചുവടുമാറ്റമായി വിലയിരുത്തപ്പെടുന്നു. മിഡിൽ ഈസ്റ്റിലെ സംഘർഷങ്ങൾ കാരണം ആഗോള ഊർജ്ജ വിതരണ ശൃംഖലയിൽ വൻ തടസ്സങ്ങൾ നേരിടുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. പ്രത്യേകിച്ച് ലോകത്തിലെ എണ്ണ വിതരണത്തിന്റെ ഏകദേശം 20% കടന്നു പോകുന്ന ഹോർമുസ് കടലിടുക്കിൽ ഇറാൻ ഏർപ്പെടുത്തിയിരിക്കുന്ന നിയന്ത്രണങ്ങൾ വലിയ ആശങ്കയാണ് സൃഷ്ടിക്കുന്നത്.
ലോകത്തിന്റെ ഊർജ്ജ നാഡി എന്ന് വിശേഷിപ്പിക്കാവുന്ന ഈ പാത തടസ്സപ്പെട്ടാൽ അത് ആഗോള സാമ്പത്തിക വ്യവസ്ഥയെ തന്നെ തകർക്കാൻ പോകുന്ന ഒന്നാണ്. ഈ സാഹചര്യത്തിലാണ് ഇറാന്റെ ഭീഷണി മറികടക്കാൻ റഷ്യൻ എണ്ണയെ ആശ്രയിക്കാൻ ഇന്ത്യ തീരുമാനിക്കുന്നത്. ഉപരോധങ്ങൾക്കിടയിലും റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങാൻ അമേരിക്ക ഇന്ത്യക്ക് പച്ചക്കൊടി കാട്ടിയത് ആഗോള വിപണിയിൽ എണ്ണവില കുതിച്ചുയരുന്നത് തടയാനുള്ള ബോധപൂർവമായ ശ്രമത്തിന്റെ ഭാഗവുമാണ്. അമേരിക്കൻ ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റ് പ്രഖ്യാപിച്ച ഈ വിപ്ലവകരമായ ഇളവ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ആശ്വാസമാണ്. അടുത്ത 30 ദിവസത്തിനുള്ളിൽ പരമാവധി റഷ്യൻ എണ്ണ വാങ്ങി ശേഖരിക്കാനാണ് ഇന്ത്യയുടെ ലക്ഷ്യം. കടലിൽ നങ്കൂരം ഇട്ടിരിക്കുന്ന റഷ്യൻ ടാങ്കറുകളിൽ നിന്ന് നേരിട്ട് എണ്ണ വാങ്ങാനുള്ള അനുമതിയാണ് ഇന്ത്യക്ക് ലഭിച്ചിരിക്കുന്നത്. യുക്രൈൻ അധിനിവേശത്തെ തുടർന്ന് റഷ്യൻ എണ്ണ കമ്പനികളായ ലുക്കോയിലിലും അതുപോലെ റോസ്നെഫ്റ്റിനും മേൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ നവംബറിൽ കടുത്ത ഉപരോധം ഏർപ്പെടുത്തിയിരുന്നു. ഇതിന്റെ ഫലമായി ജനുവരി മാസത്തിൽ ഇന്ത്യയുടെ റഷ്യൻ ക്രൂഡ് ഓയിൽ ഇറക്കുമതി പ്രതിദിനം 1.1 ദശലക്ഷം ബാരലായി കുറഞ്ഞിരുന്നു. ഇത് 2022 ശേഷമുള്ള ഏറ്റവും കുറഞ്ഞ നിരക്കായിരുന്നു. എന്നാൽ ഇപ്പോൾ മിഡിൽ ഈസ്റ്റിലുണ്ടായിരിക്കുന്ന ഈ ഒരു പുതിയ പ്രതിസന്ധി റഷ്യൻ എണ്ണയോടുള്ള അമേരിക്കയുടെ സമീപനത്തിൽ മാറ്റമുണ്ടാക്കാൻ നിർബന്ധിതമാക്കിയിരിക്കുകയാണ്. മിഡിൽ ഈസ്റ്റിലെ ഇറാൻ ഇടപെടലുകൾ എണ്ണ ഉൽപാദനത്തെയും വിതരണത്തെയും ഒരുപോലെ ബാധിച്ചിട്ടുണ്ട്. ഇറാൻ നടത്തുന്ന ആക്രമണങ്ങളും ഹോർമസ് കടലിടുക്കിലെ ഉപരോധവും വിതരണ ശൃംഖലയെ അസ്ഥിരതപ്പെടുത്തിയതോടെ ബ്രെന്റ് ക്രൂഡ് ഓയിൽ വില ബാരലിന് $83 മുകളിലേക്ക് ഉയർന്നു. എണ്ണവിലയിലെ ഈ വർധനവ് സാധാരണയായി ഇന്ത്യയെ പോലെയുള്ള ഇറക്കുമതിയെ അമിതമായി ആശ്രയിക്കുന്ന രാജ്യങ്ങളിൽ വലിയ പണപ്പെരുപ്പത്തിന് കാരണമാകാറുണ്ട്. എന്നാൽ പുതിയ നീക്കത്തിലൂടെ റഷ്യയിൽ നിന്ന് കുറഞ്ഞ നിരക്കിൽ എണ്ണ ലഭ്യമാകുന്നതോടെ ഇന്ത്യയിൽ പെട്രോൾ, ഡീസൽ വിലകൾ വർദ്ധിക്കാനുള്ള സാധ്യത വിരളമാണെന്നാണ് സാമ്പത്തിക വിദഗ്ധർ വിലയിരുത്തുന്നത്. ഇത് രാജ്യത്തെ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ആശ്വാസ വാർത്ത തന്നെയാണ്. ഹോർമസ് കടലിടുക്കിലൂടെയുള്ള എണ്ണക്കടത്ത് തടസ്സപ്പെടുത്തി ലോകത്തെ ബന്ധിയാക്കാനുള്ള ഇറാന്റെ ശ്രമങ്ങളെ ദുർബലപ്പെടുത്തുക എന്നതാണ് അമേരിക്കയുടെയും ഇന്ത്യയുടെയും ഈ സംയുക്ത നീക്കത്തിന്റെ പ്രധാന ലക്ഷ്യം. ഇന്ത്യൻ സമുദ്രത്തിന് സമീപം ഏകദേശം 95 ലക്ഷം ബാരൽ റഷ്യൻ എണ്ണ നിലവിൽ ടാങ്കറുകളിൽ ശേഖരിക്കപ്പെട്ടിട്ടുണ്ട്. അടുത്ത ഏതാനും ആഴ്ചകൾക്കുള്ളിൽ ഈ എണ്ണ ഇന്ത്യയിൽ എത്തിക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. ഇന്ത്യയുടെ ആകെ ക്രൂഡ് ഓയിൽ ഇറക്കുമതിയുടെ 40% കടന്നു പോകുന്നത് ഹോർമസ് കടലിടുക്കിലൂടെയാണ്. അതുകൊണ്ട് തന്നെ അവിടെ ഉണ്ടാകുന്ന ഏത് ചെറിയ ചലനവും ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷയെ ബാധിക്കും. നിലവിൽ ഇന്ത്യയുടെ പക്കൽ 25 ദിവസത്തേക്കുള്ള എണ്ണ ശേഖരം മാത്രമാണ് ഉള്ളത് എന്നത് സാഹചര്യത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. മിഡിൽ ഈസ്റ്റിൽ നിന്നുള്ള വിതരണം പൂർണ്ണമായും തടസ്സപ്പെട്ടാൽ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥ സ്തംഭിക്കാതിരിക്കാൻ റഷ്യൻ എണ്ണയെ തന്നെ ആശ്രയിക്കേണ്ടി വരും. ഈ നീക്കം കേവലം ഒരു എണ്ണ കച്ചവടം എന്നതിലുപരി വലിയൊരു നയതന്ത്ര വിജയം കൂടിയാണ്. റഷ്യയുടെ മേൽ ഉപരോധം ഏർപ്പെടുത്തിയ അമേരിക്ക തന്നെ ഇന്ത്യയെ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങാൻ പ്രേരിപ്പിക്കുന്നത് അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിലെ വൈരുദ്ധ്യങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. റഷ്യയെ സാമ്പത്തികമായി ഒറ്റപ്പെടുത്തുക എന്ന ലക്ഷ്യത്തെക്കാൾ ഉപരിയായി ആഗോള വിപണിയിലെ എണ്ണവില നിയന്ത്രിക്കുക എന്നതിനാണ് അമേരിക്ക ഇപ്പോൾ മുൻഗണന നൽകുന്നത്. നേപ്പാളിൽ ഇപ്പോൾ സംഭവിക്കുന്നത് വെറും ഒരു തിരഞ്ഞെടുപ്പ് വിജയമല്ല, മറിച്ച് ദക്ഷിണേഷ്യൻ രാഷ്ട്രീയത്തെ തന്നെ പിടിച്ചുലയ്ക്കുന്ന ഒരു വലിയ ജനകീയ വിപ്ലവമാണ്. ഒരു റാപ്പർ പ്രധാനമന്ത്രിയാകുമോ എന്ന ചോദ്യത്തിന് നേപ്പാൾ ജനത ഉത്തരം നൽകി കഴിഞ്ഞു. ഒരു റാപ്പർ പ്രധാനമന്ത്രിയാകാൻ പോകുന്നു എന്ന് കേൾക്കുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നാം. പക്ഷേ നേപ്പാളിലെ ജെൻസി തലമുറ ഇത് നേരത്തെ തന്നെ തീരുമാനിച്ച് ഉറപ്പിച്ചതാണ്. നിങ്ങളൊന്ന് സങ്കല്പിച്ചു നോക്കൂ. സ്റ്റേജിൽ റാപ്പ് പാടി തകർക്കുന്ന കൂളിംഗ് ഗ്ലാസ് വെച്ചൊരു ചെറുപ്പക്കാരൻ ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാകാൻ പോകുന്നു. നമ്മുടെ അയൽരാജ്യമായ നേപ്പാളിൽ ഇത് യാഥാർത്ഥ്യമാവുകയാണ്. 2026 നേപ്പാൾ തിരഞ്ഞെടുപ്പ് ഫലങ്ങൾ പുറത്തു വരുമ്പോൾ ലോകം മുഴുവൻ ഉറ്റുനോക്കുന്നത് 35-കാരനായ ബാലേന്ദ്ര ഷാ എന്ന ബാലൻ ഷായിലേക്കാണ്. നേപ്പാളിലെ കരുത്തരായ പഴയ രാഷ്ട്രീയ നേതാക്കളെ ഒന്നൊന്നായി നിലംപരിശാക്കി ബാലന്റെ പാർട്ടി കുതിക്കുകയാണ്. എന്താണ് ഈ ബാലൻ വേവ്? എന്തിനാണ് നേപ്പാളിലെ യുവതലമുറ തെരുവിലിറങ്ങിയത്? ഇന്ത്യയും ചൈനയും ഒരുപോലെ വെല്ലുവിളിക്കുന്ന ഈ പുതിയ നേതാവ് നേപ്പാളിനെ എങ്ങോട്ട് നയിക്കും? നോക്കാം. ഏറ്റവും പുതിയ വാർത്തകൾ പ്രകാരം ബാലൻ ഷായുടെ പാർട്ടിയായ രാഷ്ട്രീയ സ്വതന്ത്ര പാർട്ടി വലിയൊരു ലാൻഡ് സ്ലൈഡ് വിജയത്തിലേക്കാണ് നീങ്ങുന്നത്. 275 അംഗ പാർലമെന്റിൽ നിലവിൽ 70-ലധികം സീറ്റുകളിൽ ബാലന്റെ പാർട്ടി ലീഡ് ചെയ്യുകയാണ്. ലേറ്റസ്റ്റ് റിപ്പോർട്ടുകൾ പ്രകാരം ആകെയുള്ള 165 ഡയറക്ട് സീറ്റിൽ 94 എണ്ണത്തിലും ബാലൻ ഷായുടെ RSP ലീഡ് ചെയ്യുകയാണ്. ഇത് കേവലം ഭൂരിപക്ഷമല്ല, വലിയൊരു ഭരണ വിപ്ലവം തന്നെയാണ്. ഏറ്റവും വലിയ സർപ്രൈസ് കാഠ്മണ്ഡുവിൽ നിന്നാണ്. കാഠ്മണ്ഡു താഴ്വരയിലെ 57 സീറ്റുകളിൽ 47 എണ്ണത്തിലും ബാലൻ ഷായുടെ പാർട്ടി തന്നെയാണ് മുന്നിൽ. പണ്ട് ഒലിയും പ്രചണ്ഡയും ഭരിച്ചിരുന്ന കോട്ടകൾ ഒന്നൊന്നായി വീഴുകയാണ്. നേപ്പാളി കോൺഗ്രസ് വെറും 11 സീറ്റുകളിലും മുൻ പ്രധാനമന്ത്രി KP ശർമ്മ ഒലിയുടെ പാർട്ടി വെറും 7 സീറ്റുകളിലും മാത്രമാണ് ലീഡ് ചെയ്യുന്നത്. അതായത് 3 പതിറ്റാണ്ടുകാലം നേപ്പാൾ ഭരിച്ച സിംഹങ്ങളെല്ലാം ഇന്ന് വട്ടപൂജ്യത്തിലേക്ക് അടുക്കുകയാണ്. ഏറ്റവും രസകരമായ കാര്യം ഇതാണ്. നേപ്പാളിന്റെ മുൻ പ്രധാനമന്ത്രിയും അധികായനുമായ KP ശർമ്മ ഒലി മത്സരിക്കുന്ന ഝാപ്പ 5 എന്ന മണ്ഡലത്തിൽ
ബാലൻ ഷാ അദ്ദേഹത്തിനേക്കാൾ 4000-ലധികം വോട്ടുകൾക്ക് മുന്നിലാണ്. അതായത് നേപ്പാൾ രാഷ്ട്രീയത്തിലെ ഭീഷ്മാചാര്യരെ സ്വന്തം തട്ടകത്തിൽ ചെന്ന് വീഴ്ത്തിയിരിക്കുകയാണ് ഈ 35-കാരൻ. ഗഗൻ ഥാപ്പയുടെ നേപ്പാളി കോൺഗ്രസും ഒലിയുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും വെറും സിംഗിൾ ഡിജിറ്റിലേക്ക് ഒതുങ്ങുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. ആരാണ് ഈ ബാലൻ ഷാ? രാഷ്ട്രീയ പാരമ്പര്യമുള്ള കുടുംബത്തിൽ നിന്നല്ല അദ്ദേഹം വരുന്നത്. അദ്ദേഹം ഒരു സിവിൽ എഞ്ചിനീയർ ആണ്. അതോടൊപ്പം നേപ്പാളിലെ ഏറ്റവും പോപ്പുലർ ആയ ഒരു റാപ്പറും. 2022 കാഠ്മണ്ഡു മേയർ തിരഞ്ഞെടുപ്പിൽ സ്വതന്ത്രനായി മത്സരിച്ച് ജയിച്ചപ്പോഴാണ് ബാലൻ ആദ്യമായി ഞെട്ടിച്ചത്. മേയർ എന്ന നിലയിൽ അദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങൾ, പ്രത്യേകിച്ച് മാലിന്യ നിർമ്മാർജ്ജനവും റോഡ് വികസനവും ജനങ്ങൾക്കിടയിൽ വലിയ തരംഗമായി. എന്നാൽ 2025 സെപ്റ്റംബറിൽ നേപ്പാളിൽ നടന്ന ജെൻസി പ്രൊട്ടസ്റ്റ് ഇതാണ് ബാലനെ ഒരു ദേശീയ നേതാവാക്കി മാറ്റിയത്. എന്തിനായിരുന്നു ആ പ്രതിഷേധം? അഴിമതിയും തൊഴിലില്ലായ്മയും കൊണ്ട് പൊറുതിമുട്ടിയ നേപ്പാളിലെ യുവാക്കൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളായ ടിക്ടോക്കും ഡിസ്കോർഡും വഴി സംഘടിച്ചു. അന്നത്തെ പ്രധാനമന്ത്രി KP ശർമ്മ ഒലിയുടെ ഏകാധിപത്യപരമായ നിലപാടുകൾക്കെതിരെ ലക്ഷക്കണക്കിന് യുവാക്കളാണ് തെരുവിലിറങ്ങിയത്. പോലീസ് വെടിവയ്പിൽ 77ഓളം പേർ കൊല്ലപ്പെട്ടതോടെ സമരം ആളിപ്പടർന്നു. പാർലമെന്റ് കെട്ടിടം പോലും പ്രതിഷേധക്കാർ തകർത്തു. ഈ സമയത്ത് ബാലൻ ഷാ പ്രതിഷേധക്കാർക്കൊപ്പം നിൽക്കുകയും യുവാക്കളുടെ ശബ്ദമായി മാറുകയും ചെയ്തു. നിങ്ങളുടെ മക്കളെ കൊന്ന കില്ലർ രാജിവെച്ചു, ഇനി നമ്മുടെ ഊഴമാണ് എന്ന ബാലന്റെ സോഷ്യൽ മീഡിയ പോസ്റ്റ് കാട്ടുതീ പോലെയാണ് പടർന്നത്. വെറും ഒരു റാപ്പ് പാട്ടുകാരൻ എന്നതിലുപരി കൃത്യമായ പ്ലാനിങ്ങുമായാണ് ബാലൻ വരുന്നത്. സൗജന്യ വിദ്യാഭ്യാസം, എല്ലാവർക്കും മെച്ചപ്പെട്ട ആരോഗ്യ സേവനം, 1.2 മില്യൺ പുതിയ തൊഴിലവസരങ്ങൾ, ഇതൊക്കെയാണ് അദ്ദേഹത്തിന്റെ പ്രധാന വാഗ്ദാനങ്ങൾ. അദ്ദേഹത്തിന്റെ ഓരോ നീക്കവും മോഡേണും ടെക്നോക്രാറ്റിക്കുമാണ്. ഒരു മേയർ എന്ന നിലയിൽ അദ്ദേഹം പരീക്ഷിച്ച കാര്യങ്ങൾ ഇപ്പോൾ രാജ്യമെങ്ങും നടപ്പിലാക്കാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നു. പക്ഷേ ഇതിനിടയിലും ചില വിവാദങ്ങൾ അദ്ദേഹത്തെ പിന്തുടരുന്നുണ്ട്. തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് $2.5 ലക്ഷം വിലയുള്ള ലാൻഡ് റോവർ ഉപയോഗിച്ചതും തെരുവ് കച്ചവടക്കാരെ ഒഴിപ്പിക്കാൻ പോലീസ് സേനയെ ഉപയോഗിച്ചതും വലിയ വിമർശനങ്ങൾക്ക് വഴിമാറിയിരുന്നു. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ബാലൻ ഷായുടെ വിജയം അല്പം ആശങ്കയുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. കാരണം അദ്ദേഹം തന്റെ സോഷ്യൽ മീഡിയ പോസ്റ്റുകളിൽ ഇന്ത്യയെയും ചൈനയും അതുപോലെ അമേരിക്കയും ഒരുപോലെ വിമർശിക്കാറുണ്ട്. ബാലൻസ്ഡ് ഫോറിൻ റിലേഷൻസ് എന്നാണ് അദ്ദേഹത്തിന്റെ നയം. പക്ഷേ മുൻപ് ഫേസ്ബുക്കിൽ അദ്ദേഹം നടത്തിയ വിവാദ പരാമർശങ്ങൾ ഒരു പ്രധാനമന്ത്രി എന്ന നിലയിൽ മറ്റു രാജ്യങ്ങളുമായുള്ള ബന്ധത്തെ എങ്ങനെ ബാധിക്കുമെന്നത് കണ്ടറിയണം. പഴയ നേതാക്കൾ ഇന്ത്യയെയോ ചൈനയോ പ്രീണിപ്പിച്ച് ഭരിച്ചിരുന്നുവെങ്കിൽ ബാലൻ ഷാ നേപ്പാൾ ഫസ്റ്റ് എന്ന കടുത്ത ദേശീയവാദം, നാഷണലിസമാണ് മുന്നോട്ട് വെക്കുന്നത്. ഇത് ഇന്ത്യയുമായുള്ള അതിർത്തി പ്രശ്നങ്ങളിലും ഊർജ്ജ ഇടപാടുകളിലും പുതിയ വെല്ലുവിളികൾ ഉണ്ടാക്കിയേക്കാം. നേപ്പാളിലെ ഈ തെരഞ്ഞെടുപ്പ് ഫലം ലോകത്തിലെ മറ്റ് ജനാധിപത്യ രാജ്യങ്ങൾക്കും ഒരു പാഠമാണ്. പരമ്പരാഗത രാഷ്ട്രീയ പാർട്ടികൾ ജനങ്ങളുടെ ആവശ്യങ്ങൾ കണ്ടില്ലെന്ന് നടിച്ചാൽ സോഷ്യൽ മീഡിയയിലൂടെ സംഘടിക്കുന്ന ഒരു പുതിയ തലമുറ അധികാരം പിടിച്ചെടുക്കുമെന്നതിന്റെ തെളിവാണിത്. കാഠ്മണ്ഡു നഗരത്തിൽ ഇപ്പോൾ ഓടുന്ന ബസ്സുകളിൽ ബാലന്റെ നഗരത്തിലേക്ക് എന്ന ബോർഡുകൾ പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞു എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. അത്രമേൽ സ്വാധീനമാണ് ഈ 35-കാരൻ ഇന്ന് നേപ്പാളിൽ ചെലുത്തുന്നത്. ബാലൻ ഷാ നേപ്പാളിന്റെ അടുത്ത പ്രധാനമന്ത്രിയാകുമോ? ഭൂരിപക്ഷം തികയ്ക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അദ്ദേഹം ആരുമായിട്ടായിരിക്കും സഖ്യമുണ്ടാക്കുന്നത്? അതോ നേപ്പാൾ രാഷ്ട്രീയത്തിൽ വീണ്ടും അസ്ഥിരതയുണ്ടാകുമോ? ഇതിനെക്കുറിച്ചെല്ലാം നമുക്ക് വരും ദിവസങ്ങളിൽ കൃത്യമായി മനസ്സിലാക്കാം. ആകാശത്ത് വിമാനങ്ങളില്ല, റഡാറുകളിൽ സിഗ്നലുകളുമില്ല, എന്തിന് ഒരു വെടിവെച്ചു പോലും ആരും കേട്ടിട്ടില്ല. പക്ഷേ മിനിറ്റുകൾക്കുള്ളിൽ ഇറാനിന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമീനി ഇല്ലാതായിരിക്കുന്നു. ഇതൊരു സാധാരണ മിസൈൽ ആക്രമണമല്ലായിരുന്നു, ഇതൊരു സ്പേസ് അസാസിനേഷൻ ആണ്. ഇസ്രായേൽ വികസിപ്പിച്ചെടുത്ത ഭൂമിയിലെ ഒരു പ്രതിരോധ സംവിധാനത്തിനും തടുക്കാൻ കഴിയാത്ത ബ്ലൂ സ്പാരോ എന്ന അദൃശ്യനായ കൊലയാളി ബഹിരാകാശത്ത് നിന്ന് ഖമീനിയുടെ തലയ്ക്ക് മുകളിലേക്ക് പതിക്കുകയായിരുന്നു. ഇറാന്റെ സകല പ്രതാപത്തെയും നിഷ്പ്രഭമാക്കിക്കൊണ്ട് 2026 ഫെബ്രുവരിയിൽ നടന്ന ഈ ഞെട്ടിക്കുന്ന കൊലപാതകത്തിന് പിന്നിലെ ശാസ്ത്രം എന്താണ്? ഒരു ഹൈപ്പർസോണിക് മിസൈൽ എങ്ങനെയാണ് ബഹിരാകാശത്തിന്റെ അതിർത്തിയിൽ നിന്ന് വന്ന് ഖമീനിയുടെ ബങ്കറുകൾ തകർത്തത്? മൊസാദ് നടത്തിയ ആ ഏറ്റവും വലിയ രഹസ്യ ഓപ്പറേഷന്റെ ചുരുളഴിയുകയാണ്. ലോക മഹായുദ്ധത്തിന്റെ വക്കിൽ നിൽക്കുന്ന പശ്ചിമേഷ്യയിൽ നിന്ന് പുറത്തുവരുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ടുകളിലേക്ക് കടക്കാം. ഇസ്രായേലിന്റെ ഏറ്റവും മാരകമായ ബ്ലൂ സ്പാരോ മിസൈൽ 2026 ഫെബ്രുവരി 28 നടന്ന ആ വൻ നീക്കം ലോക ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ടാർഗറ്റഡ് അസാസിനേഷനായി മാറിയിരിക്കുകയാണ്. എങ്ങനെയാണ് ഇറാനിന്റെ അതിശക്തമായ എയർ ഡിഫൻസ് സിസ്റ്റങ്ങളെ പോലും കബളിപ്പിച്ചുകൊണ്ട് ഈ മിസൈൽ ലക്ഷ്യം കണ്ടത്? ആദ്യമായി നമുക്ക് ഈ ബ്ലൂ സ്പാരോ എന്താണ് എന്ന് നോക്കാം. ഇസ്രായേലിന്റെ റഫേൽ അഡ്വാൻസ്ഡ് ഡിഫൻസ് സിസ്റ്റംസ് വികസിപ്പിച്ചെടുത്ത ഒരു എയർ ലോഞ്ച് ബാലിസ്റ്റിക് മിസൈൽ ALBM ആണിത്. ഇതിന്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? ഇതൊരു സാധാരണ മിസൈൽ പോലെ ഹൊറിസോണ്ടൽ ആയിട്ടല്ല സഞ്ചരിക്കുന്നത്. വിമാനത്തിൽ നിന്ന് തൊടുത്തുവിട്ടാൽ ഉടൻ തന്നെ ഇത് കുതിച്ചുയരുന്നത് ബഹിരാകാശത്തിന്റെ അതിർത്തിയിലേക്കാണ്. അവിടെ നിന്ന് അതിവേഗത്തിൽ ഏതാണ്ട് കുത്തനെയാണ് ഇത് ശത്രുവിന്റെ തലയ്ക്ക് മുകളിലേക്ക് വീഴുന്നത്. ഇതിനെ ക്വാസി ബാലിസ്റ്റിക് ട്രജക്ടറി എന്ന് വിളിക്കുന്നു.
ബഹിരാകാശത്ത് നിന്ന് ഹൈപ്പസോണിക് വേഗതയിൽ, ശബ്ദത്തെക്കാൾ പല മടങ്ങ് വേഗതയിൽ താഴേക്ക് വരുന്ന ഈ ആയുധത്തെ തടയാൻ ലോകത്തെ ഒരു എയർ ഡിഫൻസ് സിസ്റ്റത്തിനും സാധിക്കില്ല. കാരണം ഇത് ഒരു പ്രതിരോധ കോട്ടകൾക്ക് മുകളിലൂടെ സഞ്ചരിച്ച് കൃത്യം ലക്ഷ്യസ്ഥാനത്ത് പതിക്കുകയാണ് ചെയ്യുന്നത്. ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി എന്ന രഹസ്യ നീക്കത്തിലൂടെയാണ് ഇസ്രായേൽ ഖമേനിയെ ലക്ഷ്യം വെച്ചത്. സാധാരണയായിട്ട് ഖമേനി രാത്രികാലങ്ങളിൽ ഭൂഗർഭ ബങ്കറുകളിലാണ് താമസിച്ചിരുന്നത്. അവിടെ മിസൈൽ ആക്രമണം ഏൽക്കില്ലെന്ന് ഇറാൻ ഉറച്ചു വിശ്വസിച്ചിരുന്നു. എന്നാൽ ഇസ്രായേലിന്റെ ചാരസംഘടനയായ മൊസാദ് വർഷങ്ങളായി നടത്തിയ നിരീക്ഷണത്തിനൊടുവിൽ അദ്ദേഹം മുകളിലെ വസതിയിലെത്തുന്ന ഒരു സന്ദർഭം കണ്ടെത്തി. 2026 ഫെബ്രുവരി 28 രാവിലെ 9:40 ഇസ്രായേലിന്റെ F-15 യുദ്ധവിമാനങ്ങൾ ബഹിരാകാശത്തിന്റെ അതിർത്തിയിൽ നിന്ന് ബ്ലൂ സ്പാരോ മിസൈലുകൾ തൊടുത്തുവിട്ടു. സെക്കൻഡുകൾക്കുള്ളിൽ ഖമേനിയുടെ വീടിന് മുകളിലേക്ക് ഈ ആയുധങ്ങൾ പതിച്ചു. പുകപടലം ഒഴിഞ്ഞപ്പോൾ കണ്ടത് ഖമേനിയും കുടുംബാംഗങ്ങളും അടങ്ങുന്ന ഇറാൻ ഭരണകൂടത്തിന്റെ ആസ്ഥാനം തകർന്നടിഞ്ഞ കാഴ്ചയാണ്. ഇതൊരു സാധാരണ ആക്രമണമായിരുന്നില്ല. ദശകങ്ങളായി ഇസ്രായേലിന്റെ യൂണിറ്റ് 8200 എന്ന സൈബർ ഇന്റലിജൻസ് വിഭാഗം ഖമേനിയുടെ ഓരോ ചലനവും നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ടെഹ്റാനിലെ ട്രാഫിക് ക്യാമറകൾ മുതൽ ഖമേനിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ ഫോണുകൾ വരെ അവർ ഹാക്ക് ചെയ്തിരുന്നു എന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. അമേരിക്കൻ ഏജൻസിയായ CIA നൽകിയ വിവരങ്ങളും ഇതിൽ നിർണായകമായി. ലക്ഷ്യസ്ഥാനത്ത് ഖമേനി ഉണ്ടെന്ന് ഉറപ്പിച്ച ശേഷം മാത്രമാണ് ബ്ലൂ സ്പാരോ ഉപയോഗിക്കാൻ ഇസ്രായേൽ തീരുമാനിച്ചത്. മിസൈൽ പതിക്കുന്നതിന് തൊട്ടു മുൻപ് ചുറ്റുമുള്ള മൊബൈൽ നെറ്റ്വർക്കുകൾ ജാം ചെയ്തതിനാൽ ആർക്കും മുന്നറിയിപ്പ് നൽകാൻ പോലും സമയം ലഭിച്ചില്ല. ഇനി ഇവിടെ ഇന്ത്യക്ക് ഒരു പ്രാധാന്യം കൂടിയുണ്ട്. ഇതേ ബ്ലൂ സ്പാരോ മിസൈലിന്റെ എക്സ്പോർട്ട് വേരിയന്റ് ഇന്ത്യക്കും വാഗ്ദാനം ചെയ്തിട്ടുള്ളതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. സുഖോയ് 30 വിമാനങ്ങളിൽ ഘടിപ്പിക്കാൻ കഴിയുന്ന ഈ ആയുധം ഇന്ത്യയുടെ പ്രതിരോധ മേഖലയ്ക്ക് വലിയ കരുത്താകും. യുദ്ധതന്ത്രങ്ങൾ മാറുകയാണ്. ഇനി യുദ്ധങ്ങൾ ഭൂമിയിലല്ല, ബഹിരാകാശത്തെ അതിർത്തിയിൽ നിന്നാണ് തുടങ്ങുന്നത് എന്ന് ബ്ലൂ സ്പാരോ ലോകത്തിന് കാണിച്ചു കൊടുക്കുന്നു. പശ്ചിമേഷ്യയിലെ സംഘർഷം ഇപ്പോൾ ലോകമഹായുദ്ധത്തിന്റെ വക്കിലാണ് നിൽക്കുന്നത്. ഖമേനിയുടെ വധത്തിന് ഇറാൻ എങ്ങനെ മറുപടി നൽകും? ഈ സ്പേസ് മിസൈലുകൾ ലോകത്തിലെ മറ്റ് രാജ്യങ്ങളെ എങ്ങനെ സ്വാധീനിക്കും? വരും ദിവസങ്ങളിൽ നമുക്കിത് കൂടുതൽ വ്യക്തമാക്കും. ലോകം ഇത്രയേറെ കലുഷിതമായിട്ടും ഇന്ത്യ സ്വന്തം പരമാധികാരവും സാമ്പത്തിക താൽപര്യങ്ങളും ഉയർത്തിപ്പിടിച്ച് മുന്നേറുന്നത് കാണുമ്പോൾ വലിയൊരു പ്രതീക്ഷയുണ്ട്. യുദ്ധങ്ങളും വിപ്ലവങ്ങളും ഒക്കെ നടക്കുമ്പോഴും കൃത്യമായ പ്ലാനിങ്ങും തന്ത്രപരമായ നീക്കങ്ങളും ഉണ്ടെങ്കിൽ ഏത് കൊടുങ്കാറ്റിനെയും നമുക്ക് അതിജീവിക്കാൻ സാധിക്കും. നാമക്കലിലെ നമ്മുടെ കർഷകർക്ക് വേണ്ടിയുള്ള സർക്കാർ ഇടപെടലുകളും ഇന്ത്യയുടെ ഈ പുതിയ നയതന്ത്ര വിജയങ്ങളും വരും ദിവസങ്ങളിൽ നമ്മെ കൂടുതൽ കരുത്തരാക്കുമെന്ന് തന്നെ പ്രത്യാശിക്കാം. ഗുഡ് നൈറ്റ്.